ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് കോറിലേഷൻ എന്നും എന്തൊക്കെയാണ് കോറിലേഷൻ്റെ ടൈപ്സ് എന്നും ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മെത്തേഡ്സ് ഫോർ സ്റ്റഡിയിങ് കോറിലേഷൻ. ഏതൊക്കെ മെത്തേഡുകളാണ് കോറിലേഷൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് എന്ന് നോക്കാം. മെത്തേഡ്സ് ഫോർ സ്റ്റഡിയിങ് കോറിലേഷൻ ഓർ മെഷേഴ്സ് ഓഫ് കോറിലേഷൻ. എന്തൊക്കെയായിരിക്കും കോറിലേഷൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ്? Correlation between two variables can be measured by both graphic and algebraic method. Scatter diagram and correlation graph are the two important graphic methods, while coefficient of correlation is an algebraic method used for measuring correlation. കോറിലേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡുകളാണ് മെയിനായിട്ടുള്ളത്. ഒന്നാമത്തെ ഗ്രാഫിക് മെത്തേഡും രണ്ടാമത്തേത് ആൾജിബ്രായിക് മെത്തേഡും. ഗ്രാഫിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫുകൾ ഉപയോഗിച്ചുകൊണ്ട് കോറിലേഷൻ മെഷർ ചെയ്യാം. ആൾജിബ്രായിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് കോറിലേഷൻ മെഷർ ചെയ്യാം. ഈ ഗ്രാഫിക് മെത്തേഡിൽ മെയിനായിട്ട് രണ്ട് മെത്തേഡുകളാണുള്ളത്. ഒന്ന് സ്കേറ്റർ ഡയഗ്രവും രണ്ടാമത്തേത് കോറിലേഷൻ ഗ്രാഫും. കോറിലേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആൾജിബ്രായിക് മെത്തേഡാണ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് സ്കേറ്റർ ഡയഗ്രാം എന്ന് നോക്കാം. ദിസ് ഈസ് എ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് സ്കേറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഈ സ്കാറ്റർ ഡയഗ്രത്തിലെ എക്സ് ആക്സിസിൽ ഒരു വേരിയബിളും വൈ ആക്സിസിൽ മറ്റൊരു വേരിയബിളും ഷോ ചെയ്യും. എന്നിട്ട് ആ രണ്ട് വേരിയബിൾസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റുകളെ നമ്മൾ ഡോട്ട് മാർക്ക് യൂസ് ചെയ്തുകൊണ്ട് പ്ലോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ എക്സ് വേരിയബിളും വൈ വേരിയബിളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റുകളെ നമ്മൾ ഡോട്ട് മാർക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് പ്ലോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ പ്ലോട്ട് ചെയ്ത് വെക്കുന്ന മെത്തേഡിനെ, കോറിലേഷൻ സ്റ്റഡി ചെയ്യുന്ന മെത്തേഡിനെ നമുക്ക് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയാം. നെക്സ്റ്റ്, മെറിറ്റ്സ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം. എന്തൊക്കെയായിരിക്കും സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ മെറിറ്റ്സ് എന്ന് നോക്കാം. ഫസ്റ്റ്, ഇറ്റ് ഈസ് ഈസി ടു പ്ലോട്ട് ദി പോയിന്റ്. പോയിന്റുകൾ പ്ലോട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഇത് മനസ്സിലാക്കിയെടുക്കാൻ സിമ്പിളാണ്. അബ്നോർമൽ വാല്യൂസ് ഇൻ ദി ഡാറ്റ ക്യാൻ ബി ഈസിലി ഡിറ്റക്റ്റഡ്. ഇതിലുള്ള അബ്നോർമൽ വാല്യൂസ് ഈസി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ദി വാല്യൂ ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ക്യാൻ ബി ഡിറ്റക്റ്റഡ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിളും അതേപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഈസി ആയിട്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, ഡിമെറിറ്റ്സ്. ദി ഡിഗ്രി ഓഫ് കോറിലേഷൻ കനോട്ട് ബി ഈസിലി എസ്റ്റിമേറ്റഡ്. ഡിഗ്രി ഓഫ് കോറിലേഷൻ ഒരിക്കലും ഈസി ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ആൾജിബ്രായിക് ട്രീറ്റ്മെൻറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇതിൽ ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളെ ട്രീറ്റ്മെൻറ്റുകൾ പോസിബിൾ അല്ല. നെക്സ്റ്റ്, വെൻ ദി നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ഒബ്സർവേഷൻ ഈസ് എയ്തർ വെരി ബിഗ് ഓർ വെരി സ്മോൾ, ദി മെത്തേഡ് ഈസ് നോട്ട് ഈസി. നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലാണ് അല്ലെങ്കിൽ ഏറ്റവും കുറവാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ഈസി അല്ല. Next, correlation graph or graphic method. Under this method, separate curves are drawn for the x variable and y variable on the same graph paper. If both the curves move in the same direction upward or downward, correlation is said to be positive. If the curves are moving in the opposite direction, correlation is said to be negative. കോറിലേഷൻ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സെയിം ഗ്രാഫ് പേപ്പർ ആയിരിക്കും. അതിൽ എക്സ് വേരിയബിളിന് ഒരു കർവും വൈ വേരിയബിളിന് വേറൊരു കർവായിരിക്കും വരയ്ക്കുക. അപ്പോൾ എക്സ് വേരിയബിളിന് വേറൊരു കർവായിരിക്കും, വൈ വേരിയബിളിന് വേറൊരു കർവായിരിക്കും വരയ്ക്കുക. പക്ഷേ ഒരു സെയിം ഗ്രാഫ് പേപ്പറിലായിരിക്കും. രണ്ട് കർവുകളും സെയിം ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ പോസിറ്റീവ് കോറിലേഷൻ എന്നും, രണ്ട് കർവുകളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ നെഗറ്റീവ് കോറിലേഷൻ എന്നും പറയാം. Next, coefficient of correlation. Coefficient of correlation is an algebraic method measuring correlation. Under this method, we measure correlation by finding a value known as the coefficient of correlation using an appropriate formula. Correlation coefficient is numerical value. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ഫോർമുലാസ് യൂസ് ചെയ്തുകൊണ്ട്, ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് കോറിലേഷൻ മെഷർ ചെയ്യുന്ന മെത്തേഡിനെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുക. അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫോർമുലാസ് യൂസ് ചെയ്തുകൊണ്ട്, ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് കോറിലേഷൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യുന്ന മെത്തേഡിനെ, മെഷർ ചെയ്യുന്ന മെത്തേഡിനെ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ് എന്ന് പറയാം. Correlation coefficient is a pure number lying between -1 and +1. When correlation is negative, it lies between -1 and 0. When the correlation is positive, it lies between 0 and 1.
When the correlation coefficient is 0, it indicates that there is no correlation between the variables. When the correlation coefficient is 1, there is perfect correlation. അതായത് കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാല്യൂ -1നും +1നും ഇടയിലായിരിക്കും. അതായത് കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1നും +1നും ഇടയിലായിരിക്കും. -1നും 0നും ഇടയിലാണ് നമുക്ക് കിട്ടുന്ന കോറിലേഷൻ്റെ വാല്യൂ എങ്കിൽ അതിനെ നമുക്ക് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. 0നും 1നും ഇടയിലാണ് നമുക്ക് കിട്ടുന്ന കോറിലേഷൻ്റെ വാല്യൂ എങ്കിൽ അതിനെ നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ ആണ് എന്ന് പറയാം. നേരെ മറിച്ച് നമുക്ക് കിട്ടുന്ന കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? അവിടെ കോറിലേഷൻ ഇല്ല, നോ കോറിലേഷൻ ആണ്. നേരെ മറിച്ച് നമുക്ക് കിട്ടുന്ന കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം? ദർ ഈസ് പെർഫെക്റ്റ് കോറിലേഷൻ ആണ് എന്ന് പറയാം. മെത്തേഡ്സ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. എന്തൊക്കെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണാനുള്ള മെത്തേഡ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, സെക്കൻഡ് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ, തേർഡ് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. 3 മെത്തേഡുകളാണ് നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണാനായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ മെത്തേഡായിട്ടുള്ള കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. ഇറ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് പിയേഴ്സോണിയൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. The Pearsonian coefficient of correlation is denoted by the symbol R. ഈ കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനെ കൂടുതലായിട്ടും പോപ്പുലറായിട്ട് അറിയപ്പെടുന്നത് പിയേഴ്സോണിയൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ്. ഈ പിയേഴ്സോണിയൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ R ആണ്. കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈക്വൽ ടു n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഓൾ സ്ക്വയർ. ഇതാണ് നമുക്ക് കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണാനുള്ള ഇക്വേഷൻ. എങ്ങനെയാണ് ഈ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ: calculate coefficient of correlation x 2 3 4 5 6 7 8 y 4 5 6 12 9 5 4. ഇവിടെ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണാൻ പറയുന്നുണ്ട്. എക്സ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് 2 3 4 5 6 7 8 എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് തന്നിട്ടുണ്ട്. വൈ വേരിയബിളിൽ 4 5 6 12 9 5 4 എന്നിങ്ങനെയുള്ള വാല്യൂസും തന്നിട്ടുണ്ട്. ഈ വാല്യൂസ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്താണ് നമ്മുടെ ഇക്വേഷൻ? n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഓൾ സ്ക്വയർ. ഈ ഇക്വേഷൻ എഴുതി വെക്കുക. ഈ ഇക്വേഷൻ എഴുതി വെച്ചതിന് ശേഷം നമുക്കിവിടെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത് എന്ന് നോക്കാം. നമുക്ക് ഇക്വേഷനിലുള്ള എല്ലാ ഐറ്റംസും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സിഗ്മ എക്സ് കാണണം, പിന്നെ സിഗ്മ വൈ കാണണം, പിന്നെ എന്ത് കാണണം? സിഗ്മ എക്സ് വൈ കാണണം, പിന്നെ എന്ത് കാണണം? സിഗ്മ എക്സ് സ്ക്വയർ കാണണം, പിന്നെ സിഗ്മ വൈ സ്ക്വയർ കാണണം. അപ്പോൾ നമ്മൾ എക്സ് കോളം വൈ കോളം എന്ന് പറഞ്ഞിട്ട് ആദ്യം റെക്കോർഡ് ചെയ്യുക. എക്സിൻ്റെ ടോട്ടൽ ചെയ്യുക. എക്സിൻ്റെ ടോട്ടൽ ചെയ്താൽ കിട്ടുന്ന എമൗണ്ടിനെ നമുക്ക് സിഗ്മ എക്സ് എന്ന് പറയാം. സിഗ്മ എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 35 കിട്ടും. സിഗ്മ വൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര കിട്ടും? 45 കിട്ടും ടോട്ടൽ ചെയ്താൽ. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൂന്നാമത്തെ കോളത്തിൽ എക്സ് വൈ എന്ന് പറഞ്ഞിട്ടൊരു കോളം വരക്കണം. അപ്പോൾ എക്സ് വൈയിൽ എന്താ ചെയ്യുക? എക്സ് ഇൻറ്റു വൈ ആണ് നമുക്ക് എക്സ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഐറ്റംസിൻ്റെയും എക്സ് ഇൻറ്റു വൈ ഗുണിച്ച് നോക്കുക. അപ്പോൾ ഫസ്റ്റ് 2 × 4 8, സെക്കൻഡ് 3 × 5 15, 4 × 6 24, 5 × 12 60, 6 × 9 54, 7 × 5 35, 8 × 4 32. അപ്പോൾ എക്സ് വൈ മൊത്തം ടോട്ടൽ ചെയ്താൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 228 ആണ് സിഗ്മ എക്സ് വൈ എന്ന് പറഞ്ഞ് കിട്ടുക. അത് നമ്മൾ മാറ്റി എഴുതുക. ഇനി നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യണം? എക്സ് സ്ക്വയർ കാണണം, സിഗ്മ എക്സ് സ്ക്വയർ കാണണം. അപ്പോൾ സിഗ്മ എക്സ് സ്ക്വയർ കാണണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം വരക്കണം. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തന്നിട്ടുള്ള എക്സ് വേരിയബിളിൻ്റെ വാല്യൂസിൻ്റെ സ്ക്വയർ. അതായത് ഫസ്റ്റ് 2 ആണ് വാല്യൂ, അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ 36, 7ൻ്റെ സ്ക്വയർ 49, 8ൻ്റെ സ്ക്വയർ 64. അപ്പോൾ എക്സ് സ്ക്വയർ മൊത്തം ടോട്ടൽ ചെയ്താൽ നമുക്ക് സിഗ്മ എക്സ് സ്ക്വയർ ഈക്വൽ ടു 203 കിട്ടും. നെക്സ്റ്റ് എന്ത് ചെയ്യണം?
വൈ സ്ക്വയർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സിഗ്മ വൈ സ്ക്വയർ വേണം. അപ്പോൾ സിഗ്മ വൈ സ്ക്വയർ കിട്ടണേ ആദ്യം എന്ത് ചെയ്യണം? വൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കോളം വരച്ചിട്ട് വൈ സ്ക്വയർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ വൈ എത്രയാണ്? 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 12 സ്ക്വയർ 144, 9 സ്ക്വയർ 81, 5 സ്ക്വയർ 25, 4 സ്ക്വയർ 16. അപ്പോൾ സിഗ്മ വൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ ചെയ്താൽ 343 കിട്ടും. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ കണ്ടുവച്ചു. സിഗ്മ എക്സ് 35 കിട്ടി, സിഗ്മ വൈ 45 കിട്ടി, സിഗ്മ എക്സ് വൈ 228 കിട്ടി, സിഗ്മ എക്സ് സ്ക്വയർ 203 കിട്ടി, സിഗ്മ വൈ സ്ക്വയർ 343 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഐറ്റംസ് ഒക്കെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. n sigma xy minus sigma x into sigma y divided by root of n sigma x square minus sigma x all square into root of n sigma y square minus sigma y all square. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കണ്ടുവച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് n എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ നമ്പർ ഓഫ് പേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത് എത്രയാണ്? 7 വാല്യൂസ് ആണുള്ളത്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് നമുക്ക് 7 ഇടാം. പിന്നെ സിഗ്മ എക്സ് വൈ എന്ന് മറ്റേ നമ്മൾ എത്ര കണ്ടുവച്ചിട്ടുള്ളത്? 228 ആണ്. മൈനസ് 7 ഇൻറ്റു 228 മൈനസ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 35 ആണ്. ഇൻറ്റു സിഗ്മ വൈ 45. അപ്പോൾ 7 ഇൻറ്റു 228 മൈനസ് 35 ഇൻറ്റു 45 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 7 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ എത്രയാണ്? 203. അപ്പോൾ 7 ഇൻറ്റു 203 മൈനസ് സിഗ്മ എക്സ് എത്രയാണ്? 35 ആണ്. അപ്പോൾ 35 ഓൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 7 ഇൻറ്റു 343 ആണ് സിഗ്മ വൈ സ്ക്വയർ. സിഗ്മ വൈ എന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ 45 ഓൾ സ്ക്വയർ. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് 7 ഇൻറ്റു 228 മൈനസ് 35 ഇൻറ്റു 45 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 7 ഇൻറ്റു 203 മൈനസ് 35 ഓൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 7 ഇൻറ്റു 343 മൈനസ് 45 ഓൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് അത് കൂട്ടുകയും ഗുണിക്കുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ 7 ഇൻറ്റു 228 എന്ന് പറഞ്ഞാൽ 1596 കിട്ടും. മൈനസ് 35 ഇൻറ്റു 45 1575. അപ്പോൾ 1596 മൈനസ് 1575 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1421 മൈനസ് 1225 ഇൻറ്റു റൂട്ട് ഓഫ് 2401 മൈനസ് 2025. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ 21 ഡിവൈഡഡ് ബൈ റൂട്ട് 196 ഇൻറ്റു റൂട്ട് 376. അപ്പോൾ 21 ഡിവൈഡഡ് ബൈ 14 ഇൻറ്റു 19.39. അപ്പോൾ 21 ഡിവൈഡഡ് ബൈ 271.46 ഈക്വൽ ടു 21 ഡിവൈഡഡ് ബൈ 271.46 ഈക്വൽ ടു കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഈക്വൽ ടു 0.077. അപ്പോൾ 0.077 ആണ് നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി വർക്കൗട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ: ദി ഡാറ്റ ഗിവൺ ബിലോ പെർട്ടൈൻ ടു ദി പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഫോർ എ പെർട്ടിക്കുലർ കമ്മോഡിറ്റി ഓവർ എ പീരീഡ് ഓഫ് 5 years. കമ്പ്യൂട്ട് കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. പ്രൈസ് ഇൻ റുപ്പീസ് 78965, ഡിമാൻഡ് ഇൻ ടൺ 867910. ഇവിടെ നമുക്ക് പ്രൈസിൻ്റെയും ഡിമാൻഡിൻ്റെയും വാല്യൂസ് തന്നിട്ടുണ്ട്. പ്രൈസ് എന്ന് പറയുന്നത് ഒരു എക്സ് വേരിയബിൾ ആണ്, ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു വൈ വേരിയബിൾ ആണ്. അപ്പോൾ എക്സും വൈയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് നമ്മളെടുത്ത് എഴുതുക. 7, 8, 9, 6, 5. വൈൻ്റെ വാല്യൂ 8, 6, 7, 9, 10. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ ചെയ്തതുപോലെ എന്തൊക്കെയാണ് കാണാനുള്ളത്? സിഗ്മ എക്സ് കാണും, സിഗ്മ വൈ കാണും, സിഗ്മ എക്സ് വൈ കാണും, പിന്നെ സിഗ്മ എക്സ് സ്ക്വയർ കാണും, പിന്നെ സിഗ്മ വൈ സ്ക്വയർ കാണും. അപ്പോൾ സിഗ്മ എക്സ് ഈക്വൽ ടു 35 കിട്ടും. അതായത് എക്സ് ടോട്ടൽ ചെയ്താൽ 35 കിട്ടും. വൈ ടോട്ടൽ ചെയ്താൽ സിഗ്മ വൈ ഈക്വൽ ടു 40 കിട്ടും. ഇനി സിഗ്മ എക്സ് വൈ കാണാം. അപ്പോൾ എക്സ് വൈ ഈക്വൽ ടു 7 ഇൻറ്റു 8 56, 8 ഇൻറ്റു 6 48, 9 ഇൻറ്റു 7 63, 6 ഇൻറ്റു 9 54, 5 ഇൻറ്റു 10 50. അപ്പോൾ സിഗ്മ എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് 271 കിട്ടും. സിഗ്മ എക്സ് സ്ക്വയർ കാണാൻ എക്സ് സ്ക്വയർ ഈക്വൽ ടു 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64, 9 സ്ക്വയർ 81, 6 സ്ക്വയർ 36, 5 സ്ക്വയർ 25. ടോട്ടൽ ചെയ്താൽ 255. സിഗ്മ വൈ സ്ക്വയറിലെ വൈ സ്ക്വയറിൻ്റെ കാണാം. അപ്പോൾ വൈൻ്റെത് 8 സ്ക്വയർ 64, 6 സ്ക്വയർ 36,
7 സ്ക്വയർ 49, 9 സ്ക്വയർ 81, 10 സ്ക്വയർ 100. അപ്പോൾ വൈ സ്ക്വയർ ഈക്വൽ ടു മറ്റേ 330 കിട്ടും. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള ഇക്വേഷൻസിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. Correlation coefficient equal to n sigma xy minus sigma x into sigma y divided by root of n sigma x square minus sigma x whole square into root of n sigma y square minus sigma y whole square. ഇവിടുത്തെ n എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. അപ്പോൾ 5 ഇൻറ്റു 271 മൈനസ് 35 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 5 ഇൻറ്റു 255 മൈനസ് 35 ഹോൾ സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു 330 മൈനസ് 40 ഹോൾ സ്ക്വയർ. അപ്പോൾ 1355 മൈനസ് 1400 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1275 മൈനസ് 1225 ഇൻറ്റു റൂട്ട് ഓഫ് 1650 മൈനസ് 1600. അപ്പോൾ മൈനസ് 45 ഡിവൈഡഡ് ബൈ റൂട്ട് 50 ഇൻറ്റു റൂട്ട് 50. അപ്പോൾ മൈനസ് 45 ഡിവൈഡഡ് ബൈ 7.07 ഇൻറ്റു 7.07. അപ്പോൾ മൈനസ് 45 ഡിവൈഡഡ് ബൈ 50 ഈക്വൽ ടു മൈനസ് 0.9 ആയിരിക്കും കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ മൈനസ് ആണ് കിട്ടുന്നതെങ്കിൽ -1നും 0നും ഇടയിലാണെങ്കിൽ നമുക്കറിയാം അത് നെഗറ്റീവ് കോറിലേഷൻ ആണ്.